ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ, ജാപ്പനീസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 3% ഡൗൺ ആണ്. മറ്റെല്ലാ മാർക്കറ്റുകളും 1.5-2% വെച്ച് താഴെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ടെക്നോളജി ഷെയർസിലുണ്ടായിട്ടുള്ള സെൽ ഓഫ് ആണ്. അമേരിക്കയിൽ വലിയ ക്രാഷാണ് ഇന്നലെ ടെക്നോളജി ഷെയർസിലുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ടെസ്ല, അതുപോലെ തന്നെ NVIDIA, ആൽഫബെറ്റ്, മെറ്റാ പ്ലാറ്റ്ഫോം, AMD, ബ്രോഡ്കോം, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള സെൽ ഓഫാണ് കണ്ടത്. 12.5% ടെസ്ല താഴെയാണ് ഇന്നലെ. അതോടൊപ്പം തന്നെ ഫോർഡ് മോട്ടോഴ്സിൻ്റെ ഷെയറും 12% താഴെയാണ്. Q2 റിസൾട്ടുകൾ ബിലോ എക്സ്പെക്റ്റേഷനാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 504.22 പോയിൻറ്റ് വീക്കായിട്ടും, S&P 500 128.61 പോയിൻറ്റ് വീക്കായിട്ടും, നാസ്ഡാക്ക് 654.94 പോയിൻറ്റ് വീക്കായിട്ടും, റസൽ 2000 48.52 പോയിൻറ്റ് വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ അവേഴ്സിലും വലിയ മാറ്റമൊന്നുമില്ല. അതോടൊപ്പം തന്നെ S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 18.04 ഉയർന്നിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് 15.19 ആയിരുന്നു. ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വലിയ വളാറ്റിലിറ്റിനെ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകളും നല്ല വീക്കായിരുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡും മറ്റെല്ലാ കമോഡിറ്റികളും ഇന്ന് വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $2,371 പെർ ഔൺസിനാണ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന ന്യൂസുകൾ ട്രംപും കമല ഹാരിസും തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് പോപ്പുലേഷനിലുള്ള സർവേ പ്രകാരം 49% ട്രംപിന് ഫേവർ ചെയ്യുന്നു, 46% കമല ഹാരിസിനെ ഫേവർ ചെയ്യുന്ന റിപ്പോർട്ടുകളാണ്. ജോ ബൈഡനേക്കാളും 3-4 പോയിന്റ് ബെറ്ററാണ് കമല ഹാരിസിൻ്റെ സ്കോർ. ഇതും ഒരു വൊളാറ്റിലിറ്റിക്ക് കാരണമാക്കാവുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയിൽ ജൂലൈ 30-31 US ഫെഡിൻ്റെ മീറ്റിംഗ് വരികയാണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഡിസിഷൻ ആ മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു മാർക്കറ്റിലൊരു വൊളാറ്റിലിറ്റി കാണാം. അതൊരു അപ്വാർഡ് ബയാസ് ഉള്ളൊരു വൊളാറ്റിലിറ്റി ആവാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം ടെസ്ലയുടെ പല ഗൈഡൻസുകളും കാണിക്കുന്നത് ടെസ്ലയുടെ ഹ്യൂമനോയിഡ്, അതായത് ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ എല്ലാ വർക്കുകളും ചെയ്യുന്ന റോബോട്ടുകളുടെ ഫേസ് 1 നിർമ്മാണം ആരംഭിക്കുകയാണ്. ഒപ്റ്റിമസ് 1 ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ടെസ്ലയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ റോബോട്ടുകളൊക്കെ നിർമ്മിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഫേസിൽ ഒപ്റ്റിമസ് 2 എന്ന് പറഞ്ഞ ഫേസിൽ 2 വർഷത്തിനുള്ളിൽ ഗ്ലോബൽ കമ്പനികൾക്കും മറ്റ് ആവശ്യക്കാർക്കുള്ള പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതാണ് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുന്ന എല്ലാ വർക്കുകളും എല്ലാ ജോലികളും ചെയ്താണ് ഇപ്പോഴത്തെ ഒരു അനൗൺസ്മെൻറ്റ് എലോൺ മസ്ക് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാവുന്ന, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ ആവാനാണ് ചാൻസസ്. ഒപ്പം എലോൺ മസ്ക് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതുവരെയുള്ള ടെസ്ലയുടെ എല്ലാ പ്രൊഡക്റ്റുകളും കൂടിയുള്ള വാല്യുവേഷനേക്കാളും കൂടുതലായിരിക്കും ഈ പ്രൊഡക്റ്റ് വരുമ്പോഴുള്ള വാല്യുവേഷൻ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ടെസ്ലയുടെ സ്റ്റോക്കിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫ് വരികയാണെങ്കിൽ NRI ഇൻവെസ്റ്റേഴ്സിനും ഓവർസീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ടെസ്ല. ഒപ്പം നാളെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് വരുന്നുണ്ട്. അമേരിക്കയിൽ GDP ഡാറ്റയൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഡാറ്റകളിലൊക്കെ ചെറിയ ഇമ്പാക്റ്റൊക്കെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ന് ചൈനീസ് മാർക്കറ്റിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ചൈനയുടെ സെൻട്രൽ ബാങ്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. റെക്കോർഡ് ലോയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 2.3%ലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എക്കണോമി പ്രോപ്പപ്പ് ചെയ്യാനുള്ള മെഷേഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഇന്നലെ പുതിയ റെക്കോർഡ് ലോ US ഡോളറിന് അഗൻസ്റ്റ് ഹിറ്റ് ചെയ്തിരുന്നു. ഇന്നും ഒരുപക്ഷെ പുതിയ ലോ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. നിഫ്റ്റിയുടെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ബഡ്ജറ്റിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിന് ശേഷം ഒരു ഗ്ലോബൽ വൊളാറ്റിലിറ്റിയും കൂടി ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ചിരിക്കുകയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൽ പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നത് നന്നായിരിക്കും. നമ്മൾ ഇന്നലെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷ്രിംപ് റിലേറ്റഡ് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ മറ്റ്
ബഡ്ജറ്റ് പ്രപ്പോസൽസ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വാട്ടർ മാനേജ്മെൻറ്റ് രംഗത്തുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെ ബെനിഫിറ്റ്സ്, ടാക്സ് ബെനിഫിറ്റ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനം നമ്മുടെ തന്നെ റെക്കമെൻഡഡ് സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം അസോസിയേറ്റഡ് ആൽക്കഹോൾ ആൻഡ് ബ്രൂവറീസ്, അതുപോലെ തന്നെ യുണൈറ്റഡ് സ്പിരിറ്റ്, ഈ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ വാട്ടർ ഡിസാലിനേഷൻ, വാട്ടർ മാനേജ്മെൻറ്റ് രംഗത്തുള്ള കമ്പനികളുണ്ട്. EMS ലിമിറ്റഡ്, വാട്ടക് വാബാഗ് ഉണ്ട്, വോൾട്ടാസ് ഉണ്ട്, അതുപോലെ തന്നെ അയോൺ എക്സ്ചേഞ്ച് ഉണ്ട്, വിഷ്ണു പ്രകാശ് ആർ പുങ്കിലിയ ഉണ്ട്, തെർമാക്സ് ഉണ്ട്. ഈ കമ്പനികളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാം. അതോടൊപ്പം തന്നെ ജിയോസ്പേഷ്യൽ രംഗത്ത് അർബൻ ലാൻഡ്, യൂണീക്ക് ലാൻഡ് പാർസലിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് വേണ്ടിയിട്ട് പ്രപ്പോസലുകൾ ബഡ്ജറ്റിലുണ്ടായിരുന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ തന്നെ റെക്കമെൻഡ് സ്റ്റോക്കുകളാണ്. ഒന്ന് മാപ്പ് മൈ ഇന്ത്യ ആണ്, ഒന്ന് ജെനേസിസ് ഇൻ്റർനാഷണൽ ആണ്, സൈബർ ടെക് സിസ്റ്റംസ് ആണ്. ഇത് വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ സ്റ്റോക്കുകൾക്കും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഇയേഴ്സാണ് വരാൻ പോകുന്ന. ഈ സ്റ്റോക്കുകളും മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കാവുന്നതാണ്. ഒപ്പം മാർക്കറ്റിൽ ബഡ്ജറ്റിൽ പ്രപ്പോസൽസ് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കുകളാണ് പ്രോട്ടിയാൻ, അതുപോലെ തന്നെ ക്യാംസൊക്കെ. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാവുന്നതാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് പുതിയ ഒരു ഗ്രീൻ സിങ്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ M&M 5 ഡോർ താർ ഓഗസ്റ്റ് 5 ലോഞ്ച് ചെയ്യുകയാണ്. M&M ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് കൺസെപ്റ്റ്, അതുപോലെ തന്നെ PG ഇലക്ട്രോപ്ലാസ്റ്റ്, V-Guard ഇൻഡസ്ട്രീസ്, KPIT ടെക്നോളജീസ്, ഇതൊക്കെ എക്സലൻറ്റ് റിസൾട്ടുകളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പം LNT ഉണ്ട്, അതുപോലെ തന്നെ CG പവറൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ എത്രത്തോളം ഈ സ്റ്റോക്കുകളൊക്കെ മുന്നേറുമെന്നുള്ള കാര്യം പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാവുന്ന സ്റ്റോക്കുകളാണ് ഈ സ്റ്റോക്കുകൾ എല്ലാം തന്നെ. IDBIയുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനൽ സ്റ്റേജസിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തീർച്ചയായിട്ടും കാത്തലിക് സിറിയൻ ബാങ്ക്, അതുപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഈ 2 ബാങ്കുകളാണ് ബിഡിങ്ങിലായിട്ട് മുന്നിട്ട് നിന്നിരുന്നത്. ഫൈനൽ അനൗൺസ്മെൻറ്റുകൾ വരുമ്പോഴാണ് ആരാണ് മുന്നിട്ട് നിൽക്കുന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുള്ളൂ. ഏത് ബാങ്കിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പേര് മാറ്റേണ്ടി വരും. IDBI ബാങ്ക് എന്ന് ആക്കേണ്ടി വരും ഇത് അക്യൂറി എന്ന ബാങ്കിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ന്യൂസും അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ സെബിയുടെ പുതിയൊരു റിസർച്ച് വന്നിട്ടുണ്ട്. ക്യാഷ് സെഗ്മെൻറ്റ്, ലിക്വിഡിറ്റി സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന 10 ആളിൽ 7 പേരും ലോസാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ട്രേഡിങ്ങിൽ, ഇൻട്രാഡേ ട്രേഡിങ്ങിലൊക്കെ. തീർച്ചയായിട്ടും ഇതും റെഗുലേറ്റർ വലിയ ടഫ് മെഷേഴ്സ് എടുക്കാനുള്ള ഒരു ഫാക്ടറായിട്ട് മാറുകയാണ്. അപ്പോൾ F&A സെഗ്മെൻറ്റിലും വലിയ ടഫ് മെഷേഴ്സ് വരാൻ പോകുന്നുണ്ട്. ഒപ്പം ക്യാഷ് സെഗ്മെൻറ്റിലും ഒരുപക്ഷെ മാർജിൻ ഇൻക്രീസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അതിൻ്റേതായ ഒരു വൊളാറ്റിലിറ്റി, ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. പക്ഷേ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഡിസിഷനായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വൊളാറ്റിലിറ്റി തീർച്ചയായിട്ടും ഒരു നല്ല വൊളാറ്റിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസൊക്കെയാണ് കാണുന്നത്. ആ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ മാർക്കറ്റിൽ വലിയ സെൽ ഓഫ് വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ബഡ്ജറ്റിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാവുന്ന സെക്ടറിലെ സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.